ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 3 മാസത്തെ ഷുഗറിൻ്റെ ഒരു ആവറേജ് ടെസ്റ്റാണ്. അപ്പോൾ ഈ HbA1c നമുക്ക് മനസ്സിലാവുന്ന ഷുഗർ ഓവറോൾ കൺട്രോൾഡ് ആയിരുന്നോ ആയിരുന്നില്ലോ. അപ്പോൾ ഏകദേശം ഏറെക്കുറെ നല്ല കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് 100-150 അടുപ്പിച്ച് ഷുഗർ നിൽക്കുവാണെങ്കിൽ HbA1c എന്ന് പറഞ്ഞ റീഡിങ് 7ന്റെ താഴെയെങ്കിലും കൊണ്ട് എത്തിക്കണം. ഫാസ്റ്റിംഗ്, PP നമ്മളെ സംബന്ധിച്ചോളം ഭക്ഷണത്തിന്, ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ശേഷം, ഡിന്നറിന് ശേഷം ലോ പോകുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിയാനാണ് ഗ്ലൂക്കോമീറ്ററിൻ്റെ ഒരു ഉപയോഗം. അതും മൊത്തത്തിലൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മുടെ HbA1c എന്ന് പറഞ്ഞ റീഡിങ്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വശത്തുണ്ട്. 1. 2, പലപ്പോഴും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് പറയുന്ന ഒരു 2 മേജർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ണും കിഡ്നിയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന സാധനം ഈ കണ്ണിൻ്റെ പവറിൻ്റെ ചേഞ്ച് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ പുറയിൽ റെറ്റിന എന്ന് പറയും. നമ്മളൊരു ക്യാമറയുടെ പുറയിൽ ഫിലിമിൻ്റെ പുറത്ത് ലൈറ്റ് വീഴുന്ന പോലെ റെറ്റിനയുടെ മുകളിലുള്ള ചെറിയ രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ആ രക്തക്കുഴലിലൊക്കെ ലീക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഡയബറ്റീസിൽ വരുന്നത്. അതിനാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ഉദ്ദേശിക്കുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ച് കണ്ണിൽ പോള ഡയലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ പരിശോധിക്കുന്നതിനാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീൻ. അതുകൊണ്ട് തന്നെയാണ് രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രോബ്ലം. ഏറ്റവും ആദ്യം ഡയബറ്റീസ് കിഡ്നീനെ ബാധിച്ചോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഈ യൂറിൻ സ്പോട്ട് മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് വർഷത്തിൽ 6 മാസം കൂടുമ്പോഴോ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നോക്കിയാലാണ് നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് കിഡ്നീനെ ബാധിച്ച് തുടങ്ങിയോ ഇല്ലയെന്ന്. പക്ഷേ പ്രോട്ടീൻ വരുന്ന സ്റ്റേജിൽ നമുക്ക് ഇതിനെ പിടിച്ചെടുത്താൽ നമുക്ക് ഇതിനെ തിരിച്ചു മാറ്റാൻ പറ്റും. പക്ഷെ ക്രിയാറ്റിനിൻ കൂടുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് തിരികെ മാറ്റാൻ പറ്റില്ല. ഇനി കൂടുതൽ കൂടാതെ ഇരിക്കാൻ സൂക്ഷിക്കാം, പക്ഷേ ഇത് തിരിച്ചോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കൂടുതലും പേഷ്യൻസ് നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇത് ചെയ്യണം എന്ന് പറയുന്നതല്ലാതെ എന്തിന് ചെയ്യണം എന്നും കൂടെ പറയാതെ പലരും അതിനെക്കുറിച്ച് സീരിയസ് ആവില്ല. ഡോക്ടറിൻ്റെ ജോലി ഡയബറ്റീസിനകത്ത് 10% ഉള്ളൂ, ഞാൻ പറയുള്ളൂ. 90% പേഷ്യൻറ്റിൻ്റെയാണ്.